വർഷങ്ങളായി വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച ഹൈമാസ്റ്റ് ലൈറ്റ് പദ്ധതി ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 17 കേന്ദ്രങ്ങളിൽ മിനി ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചു. മുൻപ് അനുമതി ലഭിക്കാതെ പോയ സ്ഥലങ്ങളിൽ ഉൾപ്പെടെയാണ് ഇത്തവണ പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രകാരം 8 മീറ്റർ ഉയരമുള്ള മിനി ഹൈമാസ്റ്റുകളാണ് സ്ഥാപിക്കുക. ഓരോ ഹൈമാസ്റ്റിലും 150 വാട്ട് വീതമുള്ള 5 LED ലൈറ്റുകൾ ഉണ്ടായിരിക്കും. ജംഗ്ഷനുകൾ, ടൗൺ പ്രദേശങ്ങൾ, ആരാധനാലയങ്ങളുടെ പരിസരങ്ങൾ എന്നിവിടങ്ങളിലെ രാത്രികാല വെളിച്ചക്കുറവിന് പരിഹാരമാകുന്നതാണ് പദ്ധതി. ചെറുപുഴ അയ്യപ്പക്ഷേത്രം, പുളിങ്ങോ മഖാം, കാക്കേംചാൽ സെന്റ് മേരീസ് ഫൊറോന പള്ളി, തട്ടുമ്മൽ ദിവ്യപുരം ക്ഷേത്രം, കുണ്ടേരി ഉന്നതി, തിരുമേനി മലങ്കരപ്പള്ളി, മീന്തുള്ളി കുരിശുപള്ളി, ചെറുപുഴ സെന്റ് ജോർജ് പള്ളി, മച്ചിയിൽ ടൗൺ, മുളപ്ര പള്ളി, നെടുംചാൽ ജംഗ്ഷൻ, പരുത്തിക്കല്ല്, പാടിയോട്ടുചാൽ അയ്യപ്പക്ഷേത്രം, ഗോക്കടവ് ശിവക്ഷേത്രം, കാനംവയൽ പള്ളി, കോഴിച്ചാൽ പട്ടത്തുവയൽ ഉന്നതി, ചുണ്ട തട്ടുമ്മൽ വിഷ്ണുമൂർത്തി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മിനി ഹൈമാസ്റ്റ് സ്ഥാപിക്കുക. കഴിഞ്ഞ LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് മച്ചിയിൽ, തട്ടുമ്മൽ ദിവ്യപുരം ക്ഷേത്രം, കുണ്ടേരി ഉന്നതി, തിരുമേനി മലങ്കരപ്പള്ളി, മീന്തുള്ളി കുരിശുപള്ളി, പുളിങ്ങോ മഖാം എന്നിവിടങ്ങളിൽ MP ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും വൈദ്യുതി ബിൽ പഞ്ചായത്തിന് അധിക ബാധ്യതയാകുമെന്ന കാരണം ചൂണ്ടിക്കാട്ടി പദ്ധതി നടപ്പാക്കാൻ പഞ്ചായത്ത് അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇതിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചെറുപുഴ ടൗണിൽ ഉപവാസ സമരം നടത്തുകയും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നിട്ടും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി നിലപാട് മാറ്റിയില്ല. തുടർന്ന് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിൽ ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിച്ചതോടെ വിഷയം രാഷ്ട്രീയമായ വിവാദമായി. MP ഫണ്ടിൽ നിന്നുള്ള പദ്ധതിക്ക് അനുമതി നിഷേധിച്ച ശേഷം MLA ഫണ്ടിലെ പദ്ധതി നടപ്പിലാക്കിയതിനെതിരെ വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ അന്ന് അനുമതി ലഭിക്കാതെ പോയ പ്രദേശങ്ങൾ ഉൾപ്പെടെ 17 കേന്ദ്രങ്ങളിൽ മിനി ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചതോടെ വർഷങ്ങളായി നീണ്ടുനിന്ന വിവാദത്തിനും കാത്തിരിപ്പിനും വിരാമമാകുകയാണ്. പദ്ധതി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രാത്രികാല വെളിച്ച സൗകര്യം ഗണ്യമായി മെച്ചപ്പെടുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി നിലയിൽ വന്ന ആദ്യം തന്നെ ഫസ്റ്റ് ഭരണസമിതി യോഗത്തിലെടുത്തൊരു തീരുമാനം നമ്മുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഹൈമാസ്റ്റ് ലൈറ്റ് അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മളൊരു അപേക്ഷ കൊടുത്തിരുന്നു. അതിൻ്റെ ഒരു കാരണം നമുക്കറിയാം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് MP നമ്മുടെ വിവിധങ്ങളായ ഉന്നതികൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സ്ഥലത്തു നിന്ന് ലഭിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 5 ഹൈമാസ്റ്റ് ലൈറ്റുകൾ അന്ന് അനുവദിച്ചിരുന്നു. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കെ അന്ന് ആ 5 ഹൈമാസ്റ്റ് ലൈറ്റ് നിരസിക്കുകയാണുണ്ടായത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ, ചെറുപുഴ പഞ്ചായത്തിലെ ജനങ്ങൾ, വിവിധങ്ങളായ പ്രദേശത്തെ ജനങ്ങൾ വലിയ അമർഷത്തിലായിരുന്നു. ഏതായാലും പുതിയ ഭരണസമിതി വന്നതിന് ശേഷം വീണ്ടും ഒരുപാട് സ്ഥലത്തു നിന്ന് അപേക്ഷ വന്നു. അപേക്ഷ എല്ലാം കൂടെ 17 അപേക്ഷയാണ് നമ്മൾ ബഹുമാനപ്പെട്ട MPക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തു കൊടുത്തത്. വളരെ സന്തോഷകരം എന്ന് പറയട്ടെ, നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്ത 17 മിനി ഹൈമാസ്റ്റ് ലൈറ്റും അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ തുടർ നടപടികളുമായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ 17 ഹൈമാസ്റ്റ് ലൈറ്റ് വരുന്ന മാസങ്ങളിൽ നമ്മളെ ചെറുപുഴ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വാർഡുകളിൽ പുതുതായിട്ട് അനുവദിച്ചിട്ടുണ്ട് എന്നത് സന്തോഷ വാർത്തയും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഓരോ സ്വർണ്ണാഭരണവും പാരമ്പര്യത്തിന്റെ അഭിമാനം. ഓരോ ഡയമണ്ടും പറയുന്നത് വിശ്വാസത്തിന്റെ കഥ. നിങ്ങളുടെ സ്റ്റൈലിന് പെർഫെക്റ്റ് തിളക്കം. ദ ക്രൗൺ ഓഫ് ഫൈൻ ജ്വല്ലറി. സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജുവലേഴ്സ്.